ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. അപ്പം നമ്മൾ ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ നോക്കുകയാണ്. ദാറ്റ് ഈസ് വർക്ക് ആൻഡ് എനർജി. ഓക്കെ, നമ്മൾ 9th വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് എന്താ, വർക്ക് ആൻഡ് എനർജി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വർക്കിനെ പറ്റി പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ പവർ നമുക്ക് പുതിയതായിരിക്കും, അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് നമുക്കൊരു ഡിഫറെൻ്റ് അല്ലെങ്കിൽ പുതിയൊരു കാര്യമായിരിക്കും അല്ലേ. എന്നാൽ നമ്മൾ ഇന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് വർക്ക് ആൻഡ് എനർജി, പവർ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ വളരെ സിമ്പിളായിട്ട് കേൾക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് വർക്ക്. വാട്ട് ഈസ് വർക്ക്, എന്താണ് വർക്ക് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ വർക്ക്, എന്താണ് ഈ വർക്ക്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ എല്ലാവരും പറയാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് വർക്ക്, വാട്ട് ഈസ് ആക്ച്വലി വർക്ക്, എന്താണ് വർക്ക് എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്താണ് വർക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, വർക്ക് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ദാറ്റ് ഈസ് പോസിറ്റീവ് വർക്ക്, സീറോ വർക്ക് ആൻഡ് നെഗറ്റീവ് വർക്ക്. ഏതൊക്കെയാണ്? സീറോ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വർക്ക്. ഓക്കെ, സീറോ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വർക്ക്. വർക്കിനെ നമ്മൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. സീറോ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വർക്ക്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഇസ് എനർജി. നമ്മൾ ഇന്ന് മൊത്തത്തിൽ നമ്മുടെ ഫുൾ ചാപ്റ്റർ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ഇസ് എനർജി. വി ഹാവ് ഡിഫറെൻറ്റ് ഫോം ഓഫ് എനർജി അല്ലേ, നമ്മൾ പഠിക്കും. കൈനറ്റിക് എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ്സ് ഓൾ. ഇനി വർക്ക് എനർജി ട്രാൻസ്ഫോർമേഷൻ, വർക്കും എനർജിയും ട്രാൻസ്ഫോർമേഷൻ പറയുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി നമ്മൾ നോക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, പവർ, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്ററിലുള്ളത്. സോ വളരെ സിമ്പിളായിട്ട്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് കൂടെയാണ്. നമ്മൾ +1 ക്ലാസ്സുകളിലൊക്കെ വർക്ക് എനർജി തിയറം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാറുണ്ട്. സോ എന്താണ് വർക്ക്, നമുക്ക് ആദ്യമായിട്ട് എന്താണ് വർക്ക് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, so work is different from working hard. നമ്മൾ അധ്വാനിക്കുക അല്ലേ, നമ്മൾ വളരെയധികം വർക്ക് ചെയ്യുന്നു, നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നതും നമ്മുടെ കോൺസെപ്റ്റിലുള്ള വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ ആക്ച്വലി എന്താണ് വർക്ക് എന്ന് നമുക്ക് നോക്കാം. See, work in terms of physics need 2 conditions to be satisfied. അപ്പോൾ നമ്മുടെ ഫിസിക്സിൽ അഥവാ സയൻസിൽ വർക്ക് എന്ന് പറയണമെങ്കിൽ 2 കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി, എനിത്തിങ്. ഓക്കെ, ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു വലിയൊരു കല്ലുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ടേബിളിന്റെ മുകളിൽ ഒരു വലിയ കല്ലുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ കല്ലിലേക്ക് ഞാനൊരു സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ഞാൻ കൊടുത്തിരിക്കണം. അഥവാ നമ്മൾ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഇനി നമ്മൾ ഈ ഫോഴ്സ് കൊടുത്തത് മൂലം എൻ്റെ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെന്റ് അഥവാ ആ ഒരു പൊസിഷന് ചേഞ്ച് ഉണ്ടായിരിക്കണം. ഞാൻ കൊടുത്ത ഫോഴ്സ് കാരണം. ഓക്കെ, ഞാൻ കൊടുത്ത ഫോഴ്സ് കാരണം എന്തുണ്ടായിരിക്കണം? ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ഈ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ദ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഷുഡ് ആക്ട് ഓൺ ആൻ ഒബ്ജക്റ്റ്. എ ഫോഴ്സ് ഷുഡ് ആക്ട് ഓൺ ആൻ ഒബ്ജക്റ്റ് and the object must be displaced. നമ്മുടെ ഒബ്ജക്റ്റ് എന്തായിരിക്കണം? ഡിസ്പ്ലേസ് ചെയ്തിരിക്കണം. അപ്പൊ 2 കാര്യങ്ങളാണ് വർക്ക് നടക്കാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റുക. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് നമ്മൾ ഫോഴ്സ് കൊടുത്തിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോഴ്സ് കൊടുത്താൽ മാത്രം പോരാ, എന്ത് വേണം? ആ ഫോഴ്സ് കൊടുത്തത് മൂലം എൻ്റെ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്തിരിക്കണം? മൂവ് ചെയ്തിരിക്കണം. അഥവാ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ അവിടെ എന്ത് നടന്നിട്ടുണ്ടെന്ന്? വർക്ക് നടന്നിട്ടുണ്ട്. അഥവാ വർക്ക് ഈസ് ഡൺ. എപ്പോഴാണ് വർക്ക് ഡൺ ചെയ്യുക? എപ്പോഴാണ് ഉണ്ടായിരിക്കുക? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഉണ്ടായിരിക്കണം. ക്ലിയർ? അപ്പോൾ നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക.
ഓക്കെ, ഞാൻ വളരെ നന്നായിട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് വെച്ച് എൻ്റെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നില്ല, അഥവാ പൊസിഷൻ ചേഞ്ച് നടക്കുന്നില്ല എങ്കിൽ ഉറപ്പിക്കുക എന്തില്ല, അവിടെ വർക്ക് ഡൺ നടന്നിട്ടില്ല, വർക്ക് അവിടെ ഉണ്ടായിട്ടില്ല, അവിടെ ഒരു വർക്ക് നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും ഉണ്ടായിരിക്കണം, അഥവാ കൃത്യമായ ഫോഴ്സും അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ദ വർക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ ഇൻ ടേംസ് ഓഫ് സയൻസിൽ നമ്മൾ പറയുന്നതാണ് വർക്കിന്റെ 2 കണ്ടീഷൻസ് ആണ്. അപ്പൊ എന്താണ് വർക്ക് എന്ന് മനസ്സിലായല്ലോ. സി, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, യു ക്യാൻ സീ ഹിയർ, ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഒരാൾ എന്താണ് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരു സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആണല്ലോ, ഒരു സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തു. എന്നാൽ ഇവിടെ നിന്ന് ആ ആൾ എന്താണ് ഈ ബോഡിയെ ഇവിടെ എത്തിച്ചു. ഓക്കെ, ആ ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് ആ ബോഡിയെ ഇയാൾ ഫോഴ്സ്, ഒരു സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് നടന്നിട്ടുണ്ടാകുമോ? യെസ് ഓർ നോ? ഇവിടെ വർക്ക് ഉണ്ടാകുമോ ഇല്ലയോ? യെസ് അല്ലെ, തീർച്ചയായും ഇവിടെ എന്തുണ്ടായിരിക്കും, വർക്ക് നടന്നിരിക്കും അല്ലെ, ബിക്കോസ് ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടായിരിക്കുന്നു, ഒരു ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച്, അഥവാ ഇവിടെ ഒരു പൊസിഷൻ ചേഞ്ചും ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ എന്ത്, ഒരു വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് അവിടെ നടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് the product of force and displacement. ഇപ്പൊ എന്താണ്, what is work? നമ്മളൊരു ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ what is work actually? Work is defined as the product of the force and the displacement in the direction of force. ഫോഴ്സ് കൊടുത്ത ഡിറക്ഷൻ എങ്ങോട്ടേക്കാണോ ആ ഡിറക്ഷനിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോ ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്, ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു മക്കളെ, വർക്ക് എന്ന് വിളിക്കുന്നു. സോ നമുക്ക് വർക്കിന്റെ ഫസ്റ്റ് ഇക്വേഷൻ, നമ്മുടെ ചാപ്റ്ററിലെ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു force into displacement. Work is equal to force into displacement. So what is work? What is W? W is equal to F into S. നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഫോഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എഫ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. സോ ദ വർക്ക് ഡൺ ഓർ വർക്ക് ഈസ് ഈക്വൽ ടു, വാട്ട് ഈസ് ദി വർക്ക്? W is equal to force into displacement or F into S. Okay, very important one. W is equal to F into S. അപ്പൊ എന്താണ് വർക്ക് എന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങളോടൊരു ചോദിക്കുകയാണ്, ഒരാള് നന്നായിട്ട് നമ്മുടെ ഫ്ലോറിനെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്, സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഫോഴ്സ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, ബട്ട് നമ്മുടെ ഫ്ലോർ താഴേക്ക് പോകുന്നുണ്ടോ, നമ്മുടെ നിലം താഴേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ഡൺ നടന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. ദാറ്റ് മീൻ ഒരു സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുക്കുകയും എൻ്റെ ഒബ്ജക്റ്റ് അവിടെ നിന്ന് ഒരു പൊസിഷൻ ചേഞ്ച് ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ അവിടെ ഒരു പെർട്ടിക്കുലർ, അവിടെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയാൻ സാധിക്കുള്ളൂ. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ ദി ഫോഴ്സ്? W is equal to F into S. What is S? Displacement. What is F? Force and S is displacement. Okay, clear ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ what is the SI unit of force? Force ന്റെ SI unit എന്താ മക്കളെ? Force ന്റെ SI unit എന്ന് പറയുന്നത് എന്താണ്? SI unit of force ന്യൂട്ടൺ ആണ് അല്ലെ. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഇതുവരെ പഠിച്ചത് വർക്ക് is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. നോക്കുക വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്.
force into displacement. Work is equal to force into displacement. നമുക്കത് എങ്ങനെ എഴുതാം? W is equal to F into S എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. What is the SI unit? SI unit എന്താണ്? SI unit എന്ന് പറയുന്നത് ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്ത യൂണിറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The SI unit of work എന്ന് പറയുന്നത് മക്കളെ ജൂൾ. എന്താണ്? ജൂൾ ആണ്. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ J. എന്താണ്? ജൂൾ എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. വർക്കിന്റെ എന്താണ്? ജൂൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് നമുക്കൊരു നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സ് നമുക്ക് നോക്കാലോ. വർക്ക് നോക്കുക. Work is equal to F into S. Work is equal to F into S. ആണല്ലോ. What is the unit of force? ഫോഴ്സിന്റെ യൂണിറ്റ് ഒന്ന് പറഞ്ഞേ. ന്യൂട്ടൺ ആണല്ലേ? യെസ്, ന്യൂട്ടൺ. And what is the unit of displacement? Displacement എന്ന് പറയുന്ന ഒരു നീളമാണ്, ഒരു ലെങ്ത് ആണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ഓഫ് ലെങ്ത് എത്രയാണ്? മീറ്റർ. സോ നമുക്ക് രണ്ട് യൂണിറ്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ വർക്കിന്റെ ഫസ്റ്റ് യൂണിറ്റ്, the SI യൂണിറ്റ് ഓഫ് വർക്ക് is ജൂൾ, ആൻഡ് അനദർ യൂണിറ്റ് ഇതെന്താണ്? ന്യൂട്ടൺ മീറ്റർ. ഏതാണ്? ന്യൂട്ടൺ മീറ്റർ. അപ്പൊ രണ്ട് യൂണിറ്റുകൾ ഉണ്ട്, ന്യൂട്ടൺ മീറ്റർ ആൻഡ് ജൂൾസ്. ന്യൂട്ടൺ മീറ്റർ ആൻഡ് ജൂൾസ് ഇത് രണ്ടുമാണ് എന്ത്? നമ്മുടെ വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ന്യൂട്ടൺ മീറ്റർ ആൻഡ് ജൂൾ എന്നുള്ളതാണ് രണ്ട് യൂണിറ്റുകൾ. ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക. സി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വർക്ക് ഈസ് ഈക്വൽ ടു F into S. ഫോഴ്സിന്റെ യൂണിറ്റ് ഏതാ മക്കളെ? ന്യൂട്ടൺ ആണ്. S എന്ന് പറയുന്നത് അതിന്റെ SI യൂണിറ്റ് ഇസ് മീറ്റർ. ഡിസ്പ്ലേസ്മെന്റിന്റെ ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ആണല്ലേ ഡിസ്പ്ലേസ്മെന്റ് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ എന്ന് പറയുന്നത് മീറ്റർ ആണ്. സോ 1 ജൂൾ ആൻഡ് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നതാണ് അതിന്റെ യൂണിറ്റ്. നോക്കുക. The SI unit of work is joule. The SI unit of work is joule. 1 joule എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. 1 joule എന്ന് പറയുന്നത് when 1 newton of force. നോക്കുക. 1 ന്യൂട്ടൺ ഫോഴ്സ്. When 1 newton of force displaces an object. ഒരു ഒബ്ജക്റ്റ്, 1 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ കൊടുത്ത് എൻ്റെ ഒബ്ജക്റ്റിനെ ഞാൻ മൂവ് ചെയ്യണം. Displaces an object through 1 meter. ഓക്കെ. 1 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ കൊടുത്ത് എൻ്റെ ഒബ്ജക്റ്റ് 1 മീറ്ററിലേക്ക് മൂവ് ചെയ്താൽ എത്ര? 1 മീറ്ററിലേക്ക്. ഓക്കെ. 1 മീറ്ററിലേക്ക് മൂവ് ചെയ്യും. എവിടേക്ക്? the direction of force, then the amount of work done is 1 joule. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഞാൻ കൊടുത്ത അവിടെ ഉണ്ടായിരുന്ന വർക്ക് എന്ന് പറയുന്നത് 1 ജൂൾ ആയിരിക്കും. ഓക്കെ. 1 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ കൊടുത്ത് എൻ്റെ ഒബ്ജക്റ്റ് 1 മീറ്ററിലേക്ക് ഡിസ്പ്ലേസ് ചെയ്താൽ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ കൊടുത്ത വർക്ക് എത്രയാണ്? 1 ജൂൾ ആണ്. അപ്പോൾ ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഫോർ 1 ജൂൾ. 1 ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ജൂളിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 joule is equal to 1 newton into 1 meter. പറഞ്ഞൂടെ? ശരിയല്ലേ? അല്ലെ? 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് 1 മീറ്റർ ബോഡി, ആ ബോഡി 1 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്താൽ അവിടെയുള്ള വർക്കിനെ എനിക്ക് എന്ത് പറയാൻ സാധിക്കും? 1 ജൂൾ എന്ന് പറയാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ. അത് സംശയമൊന്നുമില്ലല്ലോ. വെരി സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഏർജിന്റെ യൂണിറ്റിലേക്ക് നമുക്ക് സെന്റിമീറ്റർ നമ്മൾ ആ രീതിയിൽ നമ്മൾ CGS യൂണിറ്റിലേക്ക് നമുക്ക് മാറ്റുകയാണെങ്കിൽ 1 ജൂൾ ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടനെ നമ്മൾ എന്താണ് പറയുക? 10⁵ ഡൈ എന്നാണ് പറയുക അല്ലെ? ഇൻറ്റു 1 മീറ്റർ. മീറ്റർ നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10⁵2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁵7 ഏർജ്. ഓക്കെ. അപ്പൊ 1 ജൂൾ എന്ന് പറയുന്നത് 1 ജൂൾ is equal to 10⁵7 ഏർജ്. ഓക്കെ. 1 ജൂൾ is equal to 10⁵7 ഏർജ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക.
വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു യൂണിറ്റ് ഡിറൈവ് ചെയ്യുക എന്ന് അറിയാലോ അല്ലെ? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എങ്ങനെയാ ചെയ്യാന്ന് വളരെ സിമ്പിൾ ആയിട്ട് അറിയാലോ അല്ലെ? സോ ദിസ് ഇസ് ഏതൊക്കെ യൂണിറ്റുകൾ ഉള്ളത്? ജൂളും ഉണ്ട്, ന്യൂട്ടൺ മീറ്ററും ഉണ്ട്. ഓക്കെ, സോ 1 ജൂൾ എന്ന് പറയുമ്പോൾ ഇനി ചോദിക്കുമ്പോൾ എഴുതുക 1 joule is equal to 1 Newton into 1 meter. Okay, that is the unit. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. As force and displacement are acting along same direction. നോക്കുക, നമ്മുടെ ഫോഴ്സും നമ്മുടെ എന്താണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റും നോക്കുക. The force and displacement are acting along the same direction. ഒരേ ഡയറക്ഷനിലാണെങ്കിൽ the angle between them will be 90 degree. The angle between them will be 90 degree. Very simple. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ? നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. എന്താ കാണാൻ സാധിക്കുന്നത്? നോക്കുക, ഇവിടെ നോക്കുക, ഇതാണ് എന്റെ ഓബ്ജക്റ്റ്. ഓക്കെ, ദിസ് ഇസ് മൈ ഓബ്ജക്റ്റ്. ഈ ഓബ്ജക്റ്റിലേക്ക് ഞാൻ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഫോഴ്സിന് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഒരു സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ഞാൻ എന്താണ് അപ്ലൈ ചെയ്യാണ്. നന്നായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇവിടെയുള്ള ഓബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ നോക്കുക, ഇവിടെയുള്ള ഡയറക്ഷൻ നിങ്ങൾ നോക്കിയേ. ഫോഴ്സ് കൊടുത്തത് ഈ ഡയറക്ഷനില്, ഡിസ്പ്ലേസ്മെന്റും ഈ ഡയറക്ഷനില്. അപ്പോ രണ്ടും സെയിം ഡയറക്ഷൻ ആയിട്ട് കാണുന്നുണ്ടല്ലോ. സോ ഇവര് തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും മക്കളെ? ഫോഴ്സ് കൊടുത്തതും ഡിസ്പ്ലേസ്മെന്റ് ഉള്ളതും ഒക്കെ ഏത് ഡയറക്ഷനിലാണ്? സെയിം ഡയറക്ഷനില്. അങ്ങനെയാണെങ്കിൽ ആലോചിക്കുക, അവർ തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 0 ഡിഗ്രി. അവിടെ എന്തെങ്കിലും ആംഗിൾ വരുന്നുണ്ടോ? ഇങ്ങനെ ആയിരിക്കും അല്ലെ? അവിടെ എന്തായിരിക്കും? 0 ഡിഗ്രി. There is no angle between them. ഒന്നെങ്കിൽ ഫോഴ്സ് ഇങ്ങനെയും ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയും ആണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ എത്രയുണ്ട്? 90 ഡിഗ്രി ഉണ്ടെന്ന് പറയാൻ സാധിക്കും. പക്ഷെ ഇവിടെ ആ കേസ് ആണോ? ഇവിടെ ആ കേസ് അല്ല. രണ്ടും എന്താണ്? സെയിം ഡയറക്ഷനും സെയിം ഡയറക്ഷൻ ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ 0 ഡിഗ്രി ആയിരിക്കും. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക, നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും 0 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? ഫോഴ്സും നമ്മുടെ ഡിസ്പ്ലേസ്മെന്റും 0 ഡിഗ്രി അഥവാ ആംഗിൾ അല്ലെങ്കിൽ ഒരേ ഇത് കൂടെ ഡയറക്ഷൻ സെയിം ആണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് വിൽ ബി മാക്സിമം. എന്തായിരിക്കും? ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് അഥവാ വർക്ക് വിൽ ബി മാക്സിമം. നമ്മുടെ വർക്ക് എന്തായിരിക്കും? മാക്സിമം വർക്ക് നമുക്ക് ഇവിടെ കിട്ടും. സോ വർക്ക് വിൽ ബി F into S. അപ്പൊ നോക്കുക, ഒരേ ഡയറക്ഷനില് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും നടക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? വിൽ ബി മാക്സിമം വർക്ക് അവിടെ നടക്കും. സി, നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാൻ സാധിക്കും അല്ലെ? ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാൻ സാധിക്കും. ഒരു ടോയ് കാർ എന്താണ്? ആ പെൺകുട്ടി വലിക്കുകയാണ് അല്ലെ? ടോയ് കാർ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ആ പെൺകുട്ടിയുടെ നേർക്ക് എന്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി എങ്ങോട്ടേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുള്ള് ചെയ്യാണ് അല്ലെ? വലിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ്? അവിടെയുള്ള ഡിഗ്രി എന്തായിരിക്കും മക്കളെ? തീറ്റ വിൽ ബി, നമ്മൾ ഡിഗ്രി തീറ്റയ്ക്ക് നമ്മൾ എന്താണ്? തീറ്റ 0 ആണ്. തീറ്റ 0 ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് വിൽ ബി മാക്സിമം. ഓക്കെ, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണ്. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ 0. സോ ദ വർക്ക് ഡൺ, ഇവിടെയുള്ള വർക്ക് എന്ന് പറയുന്നത് that should be the maximum വർക്ക് ഇവിടെ നടക്കും. ക്ലിയർ? ഓക്കെ, അടുത്തൊരു കേസ് നിങ്ങൾ നോക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് വൺ. നിങ്ങൾ ഇങ്ങനത്തെ കേസുകൾ നോക്കിയാലേ നമുക്ക് അവിടെ ഇൻ ബിറ്റ്വീനുള്ള ആംഗിളിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയുകയുള്ളൂ. അപ്പൊ നോക്കുക, if the force and displacement are not acting along the same direction. ഇനി നമ്മൾ അടുത്ത കേസ് ആണ്. this is a case 2. ഓക്കെ, രണ്ടാമത്തെ കേസ് ആണ്. നമ്മുടെ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്, കേസ് 1.
ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കേസിൽ എന്താണ്, അവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിരുന്നു? തീറ്റ ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു അല്ലെ. തീറ്റ എപ്പോഴായിരുന്നു? തീറ്റ 0 ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മുടെ വർക്ക് എന്തായിരുന്നു? വർക്കേഴ്സ് 0 വർക്കേഴ്സ് മാക്സിമം. ഇനി നമ്മുടെ സെക്കൻഡ് കേസ് നമ്മൾ നോക്കുകയാണ്. ഇഫ് force and displacement and displacement are not acting along a same direction, ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ then work done is equal to, work done എന്തിനാണ് ഈക്വൽ ആയിരിക്കും മക്കളെ? the product of force, displacement and very important cosine of angle between them. Cosine of angle between them. That mean ഇപ്പോ നമ്മുടെ ഫോഴ്സ് എങ്ങനെ, നമ്മുടെ വർക്ക് എന്തായിരിക്കും? നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് W is equal to force into displacement into cos theta. എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ. സോ നമുക്ക് ഇവിടെ എത്രയാണ് ആംഗിൾ എന്ന് നമുക്ക് അറിയണം. ഇവിടെ എത്രയാണ്? തീറ്റ എന്ന് അറിയണം. അതിനുശേഷം തീറ്റയിലേക്ക് ആ ആംഗിൾ നമ്മൾ കൊടുക്കുന്നു. സി ലുക്ക് അറ്റ് ദ പിക്ചർ. നിങ്ങൾ ഇവിടെ പിക്ചർ നോക്കിയേ. ഇതിലേതാ നമ്മുടെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഈ കുട്ടിയാണ് അല്ലെ. ഈ കുട്ടി ആണ് നമ്മുടെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. സി നമ്മുടെ ഫോഴ്സ് എങ്ങനെയാ? നമ്മൾ വലിക്കുകയാണ് അല്ലെ. ആ ബോയ് എന്താണ്? ഈ ഗേൾ ചൈൽഡിനെ നമ്മൾ വലിച്ച് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുള്ള് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നോക്കുക, ഇവിടെ നിന്ന് ഈ ബോയ് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇതാക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് 30 മീറ്റർ, 30 മീറ്ററോളം. ഇവിടെ ഡി എന്ന് കാണിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പോ ഇവിടേക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്, അപ്പൊ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് 50 ന്യൂട്ടൺ ആണ്. എത്രയാ കൊടുത്തിരിക്കുന്നത് മക്കളെ? 50 ന്യൂട്ടൺ. എത്രയാ കൊടുത്തത്? 50 ന്യൂട്ടൺ. അങ്ങനെ 50 ന്യൂട്ടൺ കൊടുത്തു, ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് അല്ലെ. ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഈ ഡയറക്ഷനിലേക്കാണ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത്. എന്നാൽ ആ കുട്ടി വലിച്ച ആംഗിൾ നോക്കിയേ, ഈ ഒരു ആംഗിളിലാണ് എന്താ വലിച്ചിരിക്കുന്നത് അല്ലെ. സി ഫോഴ്സ് കൊടുത്തത് ഈ ഒരു ആംഗിൾ, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തീറ്റ നിങ്ങൾ നോക്കിയേ, തീറ്റ നിങ്ങൾ നോക്കിയേ. വാട്ട് ഇസ് ദ തീറ്റ നൗ? ഇവിടേക്കാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. സോ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി. എത്രയാ മക്കളെ? 30 ഡിഗ്രി. സോ നമുക്ക് ഇവിടെയുള്ള വർക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കുക, എഫ് നമ്മുടെ ഫോഴ്സ് എത്രയാ മക്കളെ? 50 ന്യൂട്ടൺ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 30 അല്ലെ, 30 ന്യൂട്ടൺ ആണ്, ഇൻറ്റു കോസ് 30 ഡിഗ്രി ആണല്ലോ. കോസ് 30 ഡിഗ്രി ആൻഡ് 50 ഇൻറ്റു നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെയുള്ള വർക്ക് നമുക്ക് കിട്ടും. നമ്മൾ കാൽക്കുലേറ്ററിൽ കോസ് 30 എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ? നമുക്ക് ഇത് ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ വർക്ക് ഡൺ എത്രയാണോ അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആസ് വർക്ക് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് സീറോ വർക്ക്. നമ്മൾ ആദ്യം പറഞ്ഞു വർക്ക് എന്ന് പറയുന്നത് 3 ടൈപ്പുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? സീറോ വർക്ക്, പോസിറ്റീവ് വർക്ക് ആൻഡ് നെഗറ്റീവ് വർക്ക്. ഈ 3 കാര്യങ്ങളും നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നതാണ് എന്താ? സീറോ വർക്ക്. എന്താണ് സീറോ വർക്ക്? സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വർക്ക് നടക്കുന്നില്ല എന്നാണോ? നമുക്ക് നോക്കാം. See, as work is equal to force into displacement into cos theta ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ ഇപ്പം മുതൽ തീറ്റ ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിൾ കൂടി നമ്മൾ എന്താണ് പ്രാധാന്യത്തിൽ കൊണ്ടുവരികയാണ് അല്ലെ. F is W is equal to
ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു cos തീറ്റ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നോക്കാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, എപ്പോഴാണ് വർക്ക് സീറോ ആവുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എപ്പോഴൊക്കെ ആയിരിക്കാം വർക്ക് സീറോ ആകുന്നത്? വർക്കിന്റെ ആൻസർ അല്ലെങ്കിൽ വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സീറോ എന്ന് വരുന്നത് എപ്പോഴൊക്കെ, ഏതൊക്കെ കേസുകളിലാണ് സീറോ എന്ന് വരിക? നോക്കുക, വർക്ക് സീറോ വെൻ ഏത് എപ്പോഴൊക്കെയാണ്? ഒന്നെങ്കിൽ ഫോഴ്സ് സീറോ ആവുകയാണെങ്കിൽ, അവിടെ കൊടുത്ത ഫോഴ്സ് സീറോ ഫോഴ്സ്, ഒരു ഫോഴ്സും ഞാൻ കൊടുത്തില്ല എങ്കിൽ എനിക്ക് എന്ത് പറയാൻ സാധിക്കും? ഞാൻ അവിടെ വർക്ക് ചെയ്തില്ല എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത്, ഇനി ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുകയാണെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാൽ ഞാനൊരു ഫോഴ്സ് കൊടുത്തു, പക്ഷെ അവിടെ ബോഡി ഒരു മൂവ്മെന്റും ചെയ്തില്ല, ഒരു മൂവ്മെന്റോ ഒരു ഡിസ്പ്ലേസ്മെന്റോ ഒരു പൊസിഷൻ ചേഞ്ചോ ഇല്ല എങ്കിൽ നമുക്ക് പറയാം അവിടെ ഞാൻ വർക്ക് ചെയ്തില്ല എന്ന് പറയുവാൻ സാധിക്കും. ഇനി എൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? എൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ കൊടുത്ത ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ, ഞാൻ കൊടുത്ത ഫോഴ്സ് ഈ ഒരു ഡയറക്ഷൻ ആണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ സാധിക്കും? ഇൻ ബിറ്റ്വീൻ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആണെങ്കിൽ ഒരു കാര്യമുണ്ട് മക്കളെ, cos 90 ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ cos 90 നമ്മളിവിടെ കോസിന്റെ അടുത്ത് 90 കൊടുക്കുകയാണെങ്കിൽ അവിടെ 0 ആണ്. അതുകൊണ്ട് മൊത്തം എന്തായി പോകും? 0 ആയി പോകും. സോ ഏതൊക്കെ കേസുകളിലാണ് നമുക്ക് വർക്ക് 0 ആവുക? ഒന്നെങ്കിൽ ഫോഴ്സ് 0 ആവുകയാണെങ്കിൽ, രണ്ടാമത്തെ കേസ് ഏതാണ്? ഒന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആവുകയാണെങ്കിൽ, മൂന്നാമത്തെ കേസ് നമ്മുടെ ഫോഴ്സ്, ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവുകയാണെങ്കിൽ, ബിക്കോസ് cos 90 എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ അവിടെ വർക്ക് ചെയ്തില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. നമ്മൾ അവിടെ വർക്ക് ചെയ്തില്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഓക്കെ, when no force is applied, example drawing a diagram. നമ്മൾ ഡയഗ്രാം വരയ്ക്കുകയാണ്. ആ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് അവിടെ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. Organizes her thought, collects question paper, doing meditation. ഈ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ, നമ്മളൊരു പേപ്പറിൽ എഴുതുമ്പോൾ ഇവിടെയൊക്കെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ടോ? ഇവിടെ നീ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നീ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഏതൊക്കെയാണ്? നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയഗ്രാം വരയ്ക്കുക, ഒരു പിക്ചർ വരയ്ക്കുക, നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, പിന്നെ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് 0 വർക്ക് ആയിരിക്കും. എന്തായിരിക്കും? 0 വർക്ക് ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, the work done is 0. Work done is 0 when displacement is 0. നമ്മുടെ രണ്ടാമത്തെ ഒരു കേസ് ആയിരുന്നു എന്താ? ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അവിടെ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാൻ സാധിക്കും. നോക്കുക, that is W is equal to 0 when S is equal to 0. എപ്പോഴാണ് വർക്ക് 0 ആവുന്നത്? ഡിസ്പ്ലേസ്മെന്റ്, അവിടെ ഉണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ എന്ത് പറയാൻ സാധിക്കും? വർക്ക് 0 ആണെന്ന് പറയാൻ സാധിക്കും. എക്സാമ്പിൾ, പുഷിംഗ് എ ഹ്യൂജ് റോക്ക് ഓർ എ വോൾ. വലിയൊരു കല്ലിനെ, വലിയൊരു കുന്നിനെ അല്ലെങ്കിൽ വലിയ റോക്കിനെ നമ്മൾ പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സൈഡിലേക്ക് നോക്കുക, നമ്മുടെ ഒരു വാളിനെ നിങ്ങൾ
ഭയങ്കര ഫോഴ്സ് കൊടുത്താലും അവിടെ മോഷൻ ഉണ്ടായിരിക്കോ, അവിടെ ഒരു പൊസിഷൻ ചേഞ്ച് ഉണ്ടായിരിക്കോ? ഇല്ല. സോ നോ വർക്ക് ഈസ് ഡൺ ഇഫ് ദ ഫോഴ്സ് യു എക്സേർട്ട് ഡസ് നോട്ട് മേക്ക് ദ ഒബ്ജക്റ്റ് മൂവ്. അവിടെ നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്തിട്ടും കാര്യമില്ല, ആ ഫോഴ്സ് കൊടുത്തതിനനുസരിച്ചുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ്, ഒരു വ്യത്യാസം നമുക്ക് അവിടെ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കില്ല? ഇവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയുവാൻ സാധിക്കില്ല. സോ ഇവിടെ ഒരു മോഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ മോഷൻ ഇല്ലാത്തത് കാരണം ദ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? വർക്ക് 0 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള കേസുകളെ നമ്മൾ പറയുന്ന പേരാണ് സീറോ വർക്ക്. എന്താ പറയാ? സീറോ വർക്ക്. വർക്ക് 0 ആയിരിക്കുന്ന കുറച്ച് കേസുകളാണ്. അപ്പൊ ഏതൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ ഫോഴ്സ് 0 ആവുക, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കുക. ഈ 3 കേസുകളാണെങ്കിൽ നമ്മുടെ വർക്ക് എന്തായിരിക്കും? ദ വർക്ക് വിൽ ബി 0. ഓക്കെ, നമ്മുടെ വർക്ക് എന്തായിരിക്കും? നമ്മുടെ വർക്ക് വിൽ ബി 0. See, moon when completes one revolution around the earth, when also the displacement is 0. Yes, very important. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, നമ്മളൊരു കാര്യത്തെ നിങ്ങളിപ്പോ നമ്മൾ മൂണിനെ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുത്തോളാം. ദിസ് ഇസ് അവർ എർത്ത് അല്ലെ, ഇതാ നമ്മുടെ എർത്ത് ആൻഡ് ദിസ് ഇസ് മൂൺ. ഓക്കെ, ഈ മൂൺ എന്ത് ചെയ്യാറുണ്ട്? റിവോൾവ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മുടെ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാറുണ്ട്. ഇതാണ് എർത്തിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ നിന്ന് മൂൺ മൂവ് ചെയ്ത് ഇതേ പൊസിഷനിലേക്ക് തന്നെ എത്തുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മൂവ് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഉണ്ടോ? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് അല്ലെ, അവിടെ ഉണ്ടാകുന്ന പാത്തിനുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ്. നോക്കുക, ഇവിടെയുള്ള മൂൺ തന്നെയാണ് കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരുന്നു. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്താ മക്കളെ? 0 അല്ലേ. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ ഇവിടെ വർക്ക് നടന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ദ വർക്ക് ഡൺ ഈസ് 0. ഇനി നിങ്ങളൊരു സീസോ അല്ലെങ്കിൽ നിങ്ങളൊരു ജയന്റ് വീലിൽ നിങ്ങൾ കറങ്ങുകയാണെങ്കിൽ നിങ്ങൾ എത്തിയ പൊസിഷനിൽ തന്നെ എത്തുകയാണ് അല്ലെ, എത്തിയ പൊസിഷനിൽ തന്നെ നിങ്ങൾ എത്തുകയാണ്. അപ്പൊ അവിടെ ഒരു വർക്ക് ഡൺ നടന്നിട്ടുണ്ടോ? പൊസിഷൻ ചേഞ്ച് ഉണ്ട്, പക്ഷെ എത്തിയ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തുമ്പോൾ ദ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0. ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 0, ദ വർക്ക് ഡൺ ഇസ് ഓൾസോ 0. വർക്ക് ഡൺ എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, മാൻ സ്റ്റാൻഡിങ് ഇൻ എ ലോഡ് ഓൺ എ ഹെഡ് or holding a briefcase and waiting for a bus. യെസ്, നോക്കുക, ഒരാള് വളരെയധികം വെയിറ്റ് താങ്ങിക്കൊണ്ട് തലയിൽ വലിയൊരു വെയിറ്റ് താങ്ങിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആൾക്ക് എന്തുണ്ട്? ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, തലയിലേക്ക് ഫോഴ്സ് ഉണ്ട്, പക്ഷെ അവിടെ ഒരു പൊസിഷൻ ചേഞ്ച് ഉണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ അവിടെയുള്ള വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ ഒരു മനുഷ്യൻ, യു ക്യാൻ സീ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു ബ്രീഫ് കേസ് നമ്മൾ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ അവിടെ? ഇല്ല അല്ലെ, ജസ്റ്റ് അവിടെ നിൽക്കുകയാണ്, അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഇനി വെയിറ്റിംഗ് ഫോർ എ ബസ്, നിങ്ങൾ എല്ലാവരും ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അപ്പോ ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോൾ ചുമ്മാ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, അവിടെ എന്തെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു തരത്തിലുമുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. സോ എസ് 0 ആവുകയാണെങ്കിൽ, ഇഫ് എസ് ഇസ് ഈക്വൽ ടു 0, if s is equal to 0, എന്താ സംഭവിക്കുക? ഇവിടെയുള്ള വർക്ക് വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ നമ്മൾ അവിടെ മൂവ് ചെയ്യുന്നില്ല എങ്കിൽ, അഥവാ പൊസിഷൻ ചേഞ്ച് ഇല്ല എങ്കിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കുക. നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കുക. ക്ലിയർ? ഓക്കെ, see, you can see here, when this is theta, okay, theta ആണ് ട്ടാ.
നിങ്ങൾക്കറിയോ തീറ്റ എന്താണെന്ന്? തീറ്റ ഇതാണ് തീറ്റ എന്ന് പറയുക. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക, തീറ്റ എന്നാണ് പറയുക. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ആംഗിൾ ആണ് കേട്ടോ. ദിസ് റെപ്രസെന്റ് ആംഗിൾ. ഓക്കെ. When theta is 90 degree, നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് is 90 degree. The force is perpendicular to displacement. നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. See, you can see, ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. This is our displacement. ഇതാണ് നമ്മളെ ഫോഴ്സ്. This is theta, angle between them. Theta എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ അഥവാ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? When the force and displacement are there, but still work എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റും സംഭവിക്കുന്നുണ്ട്, എന്നിട്ട് പോലും നമ്മുടെ വർക്ക് എന്താണ്? 0 ആയിരിക്കും. ബിക്കോസ് they are perpendicular to each other. അവരെന്താണ്? perpendicular to each other. Because നമ്മുടെ തീറ്റ 90 ഡിഗ്രി ആവുകയാണെങ്കിൽ, നമ്മുടെ തീറ്റ 90 ഡിഗ്രി ആവുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക മക്കളെ, work is equal to force into displacement into cos theta. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇഫ് നമുക്കൊരു ഫോഴ്സ് ഉണ്ട് F, നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് S, ആൻഡ് cos theta എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വിചാരിക്കുക, ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ. ഓക്കെ, എനിക്കിവിടെ ഉണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു 3 ന്യൂട്ടൺ, 3 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ, നമ്മൾ ജസ്റ്റ് കൊടുക്കുകയാണ് F is equal to 50 ഇൻറ്റു എസ് എന്ന് പറയുന്നത് 3 ഇൻറ്റു cos 90. cos 90 എന്ന് പറയുന്നത് cos 90 ഡിഗ്രി is equal to 0. അത് 0 ആയത് കാരണം ഇൻറ്റു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇങ്ങനെയാണ് വരിക അല്ലെ? ഇൻറ്റു 0. എന്ത് വരും? നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് വർക്ക് വിൽ ബി 0. നമ്മുടെ വർക്ക് എന്ത് വരും മക്കളെ? വർക്ക് 0 ആയിട്ട് വരും. അപ്പോ നമുക്ക് എന്തുണ്ട്? ഫോഴ്സും ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്, പക്ഷെ എന്തില്ല? നമ്മുടെ cos 90, cos എന്ന് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയുകയാണ്, നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരു പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും വർക്ക് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു 0. ഇവിടെയുള്ള വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെയുള്ള വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലുള്ളത്. ഓക്കെ, സോ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ഫസ്റ്റ് കേസ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചു 0 വർക്ക് അല്ലേ? എപ്പോഴൊക്കെ നമുക്ക് 0 വർക്ക് ആകാം? ഒന്നെങ്കിൽ ഫോഴ്സ് 0, ഡിസ്പ്ലേസ്മെന്റ് 0, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റിനുള്ള ആംഗിൾ എന്തായിരിക്കണം? 90 ഡിഗ്രി ഓർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും that work is 0 work. Okay, so stay tuned for the next video.